നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രധാന വാർത്തകൾ? പ്രതീഷ്. ഉന്മേഷ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിരവധി വാർത്തകൾ സംഭവിക്കുന്ന ഒരു ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേള തുടരുന്നതിനിടെയാണ് പുതിയ വിവാദം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ 19 സിനിമകൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. 9 സ്ക്രീനുകളാണ് ഇന്നലെ റദ്ദാക്കിയത്. ഇന്ന് രാവിലെ 8 മുതൽ 10 മണിവരെ പ്രദർശിപ്പിക്കാനിരുന്ന 4 സിനിമകളുടെ പ്രദർശനം റദ്ദാക്കിയിട്ടുണ്ട് എന്ന ഡെലിഗേറ്റുകൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അനാവരണം ചെയ്യുന്ന സിനിമകളും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സിനിമകളുമാണ് പ്രധാനമായും ഈ റദ്ദാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇന്നും IFFK വേദികളിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ വാർത്തയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ LDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. CPIM ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. പക്ഷേ അത് തള്ളിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് CPI നിർവാഹക സമിതി ഇന്നലെ നിലപാടെടുത്തിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം വലിയ വിമർശനമുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അതിൽ പ്രതിഫലിച്ചു എന്നതാണ് CPIയുടെ തന്നെ വികാരം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നേതൃയോഗം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. 10:30-ക്കായിരിക്കും നേതൃയോഗം തലസ്ഥാനത്ത് നടക്കുന്നത്. ഒപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും SIT കസ്റ്റഡിയിൽ തുടരുകയാണ്. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നടക്കം മൊഴിയെടുക്കുന്ന നടപടികളിലേക്കും SIT സംഘം കടക്കും എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ BJPയുടെ വിജയത്തിൽ ഇനി ആര് മേയറാകുമെന്നുള്ള ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. VV രാജേഷിന്റെയും R ശ്രീലയുടെയും പേരാണ് തുടക്കം മുതൽ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നതെങ്കിലും പുതിയ പേരുകളിലേക്ക് നേതൃത്വം കടക്കുന്നുവെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കരമന വാർഡിൽ നിന്ന് വിജയിച്ച കരമന അജിത്തിന്റെ പേരും നേതൃത്വം പരിഗണിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ 3 ടേമായി അദ്ദേഹം കൗൺസിലറായി തുടരുന്ന വ്യക്തിയാണ്. കോർപ്പറേഷൻ നടപടിക്രമങ്ങളുമായി കൂടുതൽ പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ കൂടി കരമന അജിത്തിന്റെ പേര് നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ബംഗളൂരുവിലാണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒക്കെ തന്നെ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രത്യേകിച്ച് കൊച്ചിയിൽ. വിപിൻ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഈ സ്റ്റേഡിയം ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മെട്രോ ജോലിക്കിടെ കുടിവെള്ള വിതരണത്തിൻ്റെ പൈപ്പ് പൊട്ടുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. അതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. കാരണം ഈ സ്റ്റേഡിയത്തിൻ്റെ ഈ പ്രദേശത്ത് ഇന്നലെ വീണ്ടും ഈ മെട്രോയുടെ പൈലിങ്ങിനിടെ കുടിവെള്ള വിതരണത്തിൻ്റെ പൈപ്പ് പൊട്ടുകയും പിന്നീട് ഇവിടെ ഏകദേശം ലിറ്റർ കണക്കിന് വെള്ളം തന്നെ പാഴായി പോവുകയും ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആ ജോലികൾ താൽക്കാലിക നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് KMRLന്റെ അനാസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഒരു മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് ഈ പൈലിംഗ് ജോലികൾ നടക്കുകയും തുടരെ പൈപ്പ് പൊട്ടുകയും കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൽ കൂടുതലായിട്ടുള്ള ചർച്ചകൾ നടക്കും. എപ്പോൾ ഈ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഒരു വേഗത അക്കാര്യത്തിൽ ഇനിയും വേണം. മറ്റൊന്നുള്ളത് രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. കാരണം ഇനി ആരായിരിക്കും കൊച്ചിയുടെ നഗരമാതാവ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു കഴിഞ്ഞു. അതിൽ ദിപ്തി മേരി വർഗീസിന്റെ പേര് തന്നെയാണ് പ്രധാനമായും കിടക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിനോട് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല, ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ VK മിനിമോൾ അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ്, ഈ 2 പേരുകളിലേക്കാണ് അത് നിൽക്കുന്നത്. ഈ ഡെപ്യൂട്ടി മേയർ ആരായിരിക്കും എന്നുള്ളതിൽ ലീഗ് ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് ആ രീതിയിൽ എടുക്കുന്ന സാധ്യതയില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ അറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ, സമവായ നീക്കങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഹർജി അത് കിഫ്ബിയുമായി
ഇതുമായി ബന്ധപ്പെട്ടതാണ്. കിഫ്ബി ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതായത് ED-യുടെ നോട്ടീസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് ED നോട്ടീസ് അയച്ചിരുന്നത്. അതായത് കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച തുക അത് വികസന പദ്ധതികൾക്കല്ല ഉപയോഗിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ED-യുടെ നോട്ടീസ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് വികസന പദ്ധതികൾക്ക് മാത്രമാണ് ഇപ്പോൾ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇനി ഒരു അന്തിമ തീരുമാനമാകുന്നതുവരെ നോട്ടീസ് അയക്കരുത് എന്നുള്ളതുമാണ് അതിൽ കിഫ്ബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊരു ഇടക്കാല ഉത്തരവ് ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയും വിമർശിച്ചിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇടക്കാല ഉത്തരവിലേക്ക് ഇന്ന് എത്തുന്നത്. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്കാണ് മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ മിഥില? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. കോഴിക്കോട് നൽകാനുള്ള പ്രധാനപ്പെട്ട വാർത്ത എന്നത് ആരായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ എന്നത് തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് CP മുസാഫിർ അഹമ്മദിന്റെ പരാജയം. കാരണം CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു CP മുസാഫിർ അഹമ്മദ്. CP മുസാഫിർ അഹമ്മദ് പരാജയപ്പെട്ടതോടെ ആരെ മേയറാക്കും എന്നതുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള S. ജയശ്രീയുടെ പേരിനാണ് പരിഗണന. 2020-ലും ജയശ്രീയെ മേയർ ആക്കണം എന്ന ഒരാവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീന ഫിലിപ്പിനെ മേയർ ആക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ മുസാഫിർ അഹമ്മദ് ജയിക്കുകയാണെങ്കിൽ മുസാഫിർ അഹമ്മദ് മേയറും ഒപ്പം തന്നെ S. ജയശ്രീയെ ഡെപ്യൂട്ടി മേയറുമായിട്ടായിരുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസാഫിർ അഹമ്മദ് പരാജയപ്പെട്ടു. തൊട്ട് പിന്നാലെയുള്ള പേര് S. ജയശ്രീയുടേതാണ്. ജയശ്രീയെ മേയറാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ജയശ്രീക്ക് ഏതെങ്കിലും രീതിയിൽ ജയശ്രീയെ മാറ്റി നിർത്തുകയാണെങ്കിൽ വേങ്ങേരിയിൽ നിന്നും ജയിച്ച O. സദാശിവത്തിൻ്റെ പേരും പരിഗണനയിലുണ്ട്. മറ്റൊന്ന് ഡെപ്യൂട്ടി മേയർ ആരായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. മുൻ ഡെപ്യൂട്ടി കളക്ടർ E. അനിതകുമാരിയുടെ പേരും ഇത്തരത്തിൽ പരിഗണനയുണ്ട്. എന്തുതന്നെയായാലും 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ CPM-ന്റെ ഭാഗത്തും LDF-ന്റെ ഭാഗത്തും ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നിലവിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം മേയർ സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ വ്യക്തമാക്കിയ കാര്യമാണ്. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച UDF-ൽ പുരോഗമിക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ MK മുനീർ MLA-യുടെ വീട്ടിൽ നടന്ന ജില്ലാ UDF നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള ധാരണയായിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ടേം വ്യവസ്ഥയിൽ ആദ്യം കോൺഗ്രസ് പിന്നീട് ലീഗ് എന്ന ടേം വ്യവസ്ഥയിൽ ഭരണം കൊണ്ടുപോകാനുള്ള ഒരു ചർച്ചയാണ് നിലവിൽ പുരോഗമിച്ചിട്ടുള്ളത്. അതെന്തു തന്നെയായാലും അതിലും ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാജയം അത് അന്വേഷിക്കാൻ വേണ്ടി 2-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ 2-അംഗ സമിതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സമിതി ഈ മാസം 25-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ DCC അധ്യക്ഷൻ വ്യക്തമാക്കിയ ഒരു കാര്യം, ഏത് ഉന്നത നേതാവായാലും ഈ പരാജയത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ഒരു പരാജയത്തിലേക്ക് ഇടയാക്കിയത് ആരെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ഏത് ഉന്നത നേതാവാണെങ്കിൽ പോലും നടപടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും PM നിയാസിന്റെ പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഈ വിജയത്തിനിടയിലും വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. ഇതെല്ലാമാണ് ഇന്ന് കോഴിക്കോട് നിന്നും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് രാജ്യതലസ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളായുള്ളത്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യതലസ്ഥാനത്തു നിന്നും നിർണായകമായ ഒട്ടേറെ വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. അതിൽ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ്. ഈ ബില്ല് കഴിഞ്ഞ ദിവസം തന്നെ അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഉച്ചയോടെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ബില്ല് അവതരണം മാറ്റിവെക്കുകയായിരുന്നു. ഇന്നെന്തായാലും ബില്ല് അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കാരണം ഈ രാജ്യത്ത് ഏറെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നതിനെതിരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125-ആയി വർദ്ധിപ്പിക്കൊണ്ടാണ് ഈ പുതിയ ബില്ല് എന്നുള്ളത്. റാം ജി എന്ന പേരിലാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. അതേസമയം ഈ പദ്ധതിയിൽ നിലവിൽ മുഴുവൻ തുകയും കേന്ദ്രം ആണ് സംസ്ഥാനങ്ങൾക്കായി നൽകുന്നത്. അത് മാറ്റിക്കൊണ്ട് 60:40, അതായത് 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കുന്ന രീതിയിലാണ് ഈ
പുതിയ ബില്ല് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്നത്. സമാനമായി മറ്റ് 2 ബില്ലുകൾ കൂടി ഇന്ന് ലോക്സഭയിൽ എത്തുന്നുണ്ട്. ഇത് പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നിർണായകമാകും. ഇതോടൊപ്പം തന്നെ ഡൽഹിയിൽ വായുമലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. മലിനീകരണ തോത് 400-ന് മുകളിൽ തുടർച്ചയായി 5-ാം ദിവസവും എത്തിയിരിക്കുന്നു. ഇന്ന് മുതൽ സ്കൂളുകൾക്ക് 5-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വാഹനങ്ങൾക്കും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മലിനീകരണവും കടുത്ത പുകമഞ്ഞും ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ശക്തമായി തുടരുന്നു. വ്യോമഗതാഗതത്തെയും റോഡ് ഗതാഗതത്തെയും പോലും അത് ബാധിക്കുന്ന സാഹചര്യവും തുടരുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നാഷണൽ ഹെറാൾഡ് കേസും കോടതി പരിഗണിക്കുന്നുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇന്ന് കോടതി ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറ്റപത്രം നിലനിൽക്കുമോ എന്നതിൽ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് ഇന്ന് ഉത്തരവ് പറയുക. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ED 6 മാസം മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ തന്നെ EDയുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്കെതിരെ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള ECയുടെ നടപടികൾ ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണ് എന്ന് ഹർജിക്കാർ കഴിഞ്ഞ തവണ കോടതിയിൽ വാദിച്ചു. കേസിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി സുപ്രീംകോടതി തേടിയിരുന്നു. SARൽ നിന്ന് അസമിനെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജികളും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയിരുന്നു. അതിനിടെ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കരട് വോട്ടർ പട്ടിക ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. ബംഗാളിൽ ഏതാണ്ട് 58 ലക്ഷത്തോളം വോട്ടേഴ്സിനെ ഒഴിവാക്കിയെന്നാണ് സൂചന. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞത്. വടശ്ശേരിക്കരയിൽ ബസ് തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നതിനിടെ വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. ഈ ബസ്സിൽ 49 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. ഒരു യാത്രക്കാരന്റെ കാല് അറ്റുപോയിട്ടുണ്ട്. പരിക്കേറ്റ യാത്രക്കാരെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലകാലം തുടങ്ങിയതിന് സമയം മുതൽ തന്നെ വടശ്ശേരിക്കരയിൽ സമാനമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മാസം മാത്രം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ 4ാമത്തെ അപകടമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. 49 പേർ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് വടശ്ശേരിക്കരയിൽ വളവ് തിരിയുന്നതിനിടെ മറിഞ്ഞത്. അങ്ങനെ ഈ ഒരു യാത്രക്കാരന്റെ കാലറ്റുപോയി. കാലിലേക്കാണ് ബസ് മറിഞ്ഞത്. അങ്ങനെയാണ് ഈ യാത്രക്കാരന്റെ തീർത്ഥാടകന്റെ കാല് അറ്റുപോയത്. ബാക്കി 8 പേരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന്. പത്തനംതിട്ട കോടഞ്ചേരി CPIM ഏരിയ സെക്രട്ടറി TV സ്റ്റാലിനെതിരായ ആരോപണത്തിൽ മുൻ MLAയും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായ KC രാജഗോപാലിനോട് വിശദീകരണം തേടാൻ CPIM. രാജഗോപാലിന്റേത് അച്ചടക്ക ലംഘനമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മെഴുവേലി പഞ്ചായത്തിൽ നിന്ന് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം വലിയ തോതിൽ കുറഞ്ഞത് ഏരിയ സെക്രട്ടറിയുടെ ഇടപെടൽ കാരണമെന്നായിരുന്നു KC രാജഗോപാലിന്റെ വിമർശനം. വിശദീകരണം ചോദിച്ചതിന് ശേഷം പാർട്ടിക്ക് പരാതി നൽകാം എന്ന നിലപാടിലാണ് KC രാജഗോപാൽ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ ഒത്തുകൂടി സാംസ്കാരിക പ്രവർത്തകർ. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച അതിജീവിതയ്ക്കൊപ്പമെന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെയാണ് സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ഒത്തുകൂടിയത്. അതിജീവിതയുടെ അഭിഭാഷിക TB മിനി, സുനിൽ P ഇളയിടം, ലാലി PM, ശീതൾ ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. കോടതി വിധി ഏകപക്ഷീയമെന്ന് അതിജീവിതയുടെ അഭിഭാഷിക TB മിനി. ഒരു മാസ്റ്റർ കോൺസ്പിറേറ്റർ A8ഉം A1 എന്ന് പറയുന്ന എക്സിക്യൂട്ട് ചെയ്ത ആളും തമ്മിൽ നടന്ന ഒരു കോൺസ്പിറസിയുടെ ഭാഗമായി A1 എന്ന് പറയുന്ന ആള് A1 to A6 എന്ന് പറയുന്ന ആളുകളുമായി ഒരു കോൺസ്പിറസി നടത്തി എക്സിക്യൂട്ട് ചെയ്തതാണ് ഈ അതിക്രൂരമായ അതിനീചമായ ഈ പ്രവൃത്തി എന്നാണ് ഞങ്ങളുടെ കേസ്. അപ്പൊ പിന്നെ മാസ്റ്റർ കോൺസ്പിറേറ്റർ ഇല്ലാതായാൽ പൾസർ സുനിനെ വെറുതെ വിട്ടില്ല. സന്തോഷം. അതിജീവിതയ്ക്കൊപ്പം ഇനിയും തുടരുമെന്ന് ഫ്ലാഷ് ലൈറ്റുകൾ ഉയർത്തി സാംസ്കാരിക പ്രവർത്തകർ പ്രതിജ്ഞയെടുത്തു. അവസാന ശ്വാസം വരെ
നീതിക്കായി പോരാടുമെന്ന്, പ്രതിരോധങ്ങൾ തീർക്കുമെന്ന് ഐക്യപ്പെടുന്നു. ഒപ്പം 24 കൊച്ചി. വയനാട് പച്ചിലക്കാട് പടിക്കം വയലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്ന് തുടരും. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്ത് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ 5 വാർഡുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, പച്ചിലക്കാട് പടിക്കം വയലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന ഈ കടുവയെ കണ്ടെത്താനുള്ള ദൗത്യമാണ് തുടരുന്നത്. പ്രദേശത്തെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അടുത്ത വയൽ വഴി കടുവയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അത് ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ക്യാമറ ട്രാപ്പുകൾ ഇന്നലെ സ്ഥാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലൈവ് ലൊക്കേഷൻ ക്യാമറയും ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ RRT സംഘം ഇന്ന് ഡ്രോൺ പരിശോധന പുനരാരംഭിക്കാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത്. പടിക്കം വയൽ, ചുണ്ടക്കുന്ന് പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ പട്രോളിംഗ് തുടരുന്നുണ്ട്. വനം വകുപ്പ് ഈ കടുവയെ മയക്കുവെടിച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പനമരം പഞ്ചായത്തിലെ 6, 7, 8, 14, 15 വാർഡുകളിലും കണിയാമ്പറ്റ പഞ്ചായത്തിലെ 5, 6, 7, 19, 20 വാർഡുകളിലുമാണ് അംഗൻവാടികൾ അടക്കമുള്ളവയ്ക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം പുനരാരംഭിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് മധുര തിരുപ്പരൻകുണ്ട്രം കാർത്തിക ദീപം കേസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. വഖഫ് ബോർഡിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും വാദങ്ങൾ ഇന്ന് ആദ്യം കേൾക്കും. പിന്നീട് പരാതിക്കാരുടെ ഭാഗം കേൾക്കും. ഇന്നലെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ, തമിഴ്നാട് ദേവസ്വം വകുപ്പ്, സിക്കന്ദർ ദർഗ എന്നീ സ്ഥാപനങ്ങളുടെ വാദങ്ങൾ കോടതി കേട്ടു. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസുമാരായ G. ജയചന്ദ്രൻ, KK രാമകൃഷ്ണൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സിനിമ മനുഷ്യരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള പല ഉദാഹരണങ്ങൾ കാണാം തലസ്ഥാനത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ. പല ദേശങ്ങളിൽ നിന്ന് പ്രായം മറന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നവർ, നല്ല സിനിമകൾ കണ്ട് ഹൃദയം നിറഞ്ഞ് മടങ്ങുന്നവർ. അങ്ങനെ ഒരാളിലേക്കാണ് ഇനി പോകുന്നത്. ടാഗോർ തിയേറ്ററിൽ കൊറിയൻ ചിത്രം നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ്. അവിടെ നിന്ന് കണ്ണിലുടക്കിയതാണ് കുഞ്ഞുവിനെ. വീൽചെയറിൽ സിനിമ കാണാനെത്തിയ 89 വയസ്സുകാരൻ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ചലച്ചിത്രമേളയിലെത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇഷ്ടപ്പെട്ട സിനിമയും കഥാപാത്രവുമെല്ലാം അയാൾ ഓർത്തെടുക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ നിന്നായിരുന്നു ടാഗോർ തിയേറ്ററിലേക്കുള്ള യാത്രയും. അച്ഛന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് ഓർമ്മയുണ്ടോ? കൂട്ടത്തിൽ മകൾ ഗീതയെക്കുറിച്ചും പറയാതെ വയ്യ. പിതാവിന്റെ വാർദ്ധക്യകാലം ഇരുട്ടിലാകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. മകൾ 15 വർഷം മുൻപ് തുടങ്ങിയ ശീലമാണ് പിന്നീട് അച്ഛനും പിന്തുടർന്നത് എന്നതും കൗതുകം. ഞാൻ ഓർത്ത് അച്ഛന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനതൊരു പുതിയ ലോകമാണ്. പുതിയ ആൾക്കാർ, ഭയങ്കര ഒരു യങ് വൈബ്രൻറ്റ് ക്രൗഡ്. ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ഹിം. അച്ഛൻ എന്നെക്കാട്ടിലും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഷെഡ്യൂൾ നോക്കുമ്പം രാവിലെ അച്ഛൻ എന്നോട് ചോദിക്കും ഇന്ന് ഞാൻ ഏതൊക്കെയാണ് സിനിമ കണ്ടെന്ന്. അച്ഛന് ഞാൻ നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും 2 ഡയറക്ഷനിൽ പോകും. എന്നിട്ട് ഞാൻ ടാഗോറിന്ന് എവിടെ നിന്നൊക്കെ സിനിമ കണ്ടിട്ട് ഞാൻ 10:45 വരും. അപ്പോഴും അച്ഛനെ കാണില്ല. അച്ഛനപ്പോഴേ നിളയെന്ന് 11:45 പഴയ മലയാളം ക്ലാസിക്സ് ഒക്കെ കണ്ടിട്ട് സുഖമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരും. ഒടുവിൽ പ്രായത്തിന്റെ അവശതയില്ലാതെ അടുത്ത പടത്തിനായുള്ള കാത്തിരിപ്പ്. വീണ്ടും വരുമെന്ന് പറഞ്ഞ മടക്കം. കിടപ്പിലാകുന്നതുവരെ ഈ പതിവ് മുടക്കില്ലെന്ന് കുഞ്ഞു പറയുന്നു. സിനിമയെന്ന ഒറ്റ വികാരം, അതിനേക്കാൾ കഥകളുള്ള മനുഷ്യർ, മനോഹരമെന്നല്ലാതെ മറ്റെന്തു പറയും? ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. 24 കണക്റ്റും K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ 11ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. ചെമ്മനാട് പഞ്ചായത്തിലെ ഉഷാദേവി, രവീന്ദ്രൻ ദമ്പതികൾക്കാണ് ഇത്തവണ വീട് നൽകിയത്. 15 വർഷമായി ഒറ്റമുറി വാടക വീട്ടിലാണ് ഉഷാദേവിയുടെയും ഭർത്താവ് രവീന്ദ്രന്റെയും മകൾ നമൃതയുടെയും താമസം. പെയിന്റിംഗ് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് 24 കണക്റ്റിനെ സമീപിക്കുന്നത്. ചെമ്മനാട് പഞ്ചായത്തിലെ മേൽപ്പറമ്പിൽ ഉഷാദേവിക്കും കുടുംബത്തിനും നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം 24 കാസർഗോഡ് റിപ്പോർട്ടർ അരുൺ പാറയ്ക്കൽ നിർവഹിച്ചു.
24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭയങ്കര സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. 24 കണക്റ്റിനോട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോട് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ സഹകരിച്ച എല്ലാവരോടും സജീവേട്ടന് വളരെയധികം സഹകരിച്ചിന്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വഴി തന്നിന്, കുമാരേട്ടൻ രേഖിച്ചെന്ന് പറയുന്നവർ വഴി തന്നെ സഹായിച്ചിന്. 24നെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും അഭിനന്ദിച്ച് വാർഡ് മെമ്പർ സഹദുള്ള. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ചാനലും കൂടി അവർക്കൊരു വീട് നൽകിയത് ഏറെ സന്തോഷമുണ്ട്. അവരെ വീടെന്ന സ്വപ്നപൂവണികയും അവരെ കുട്ടികൾക്കെല്ലാം നല്ലൊരു സുരക്ഷിതമായ ഒന്ന് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ ഏറെ നന്ദിയുണ്ട്. ജില്ലയിൽ പണി പൂർത്തിയായ 4 വീടുകളുടെ താക്കോൽദാനം ഉടൻ നടക്കും. 24 കാസർഗോഡ്. ഇനി ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. ശബരിമലയിൽ ഇന്നലെ ഭക്തരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരുന്നു. 1,00,000-ഓളം ഭക്തരാണ് എത്തിയത്. 97,074 പേരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത്. സുജിത് സുരേന്ദ്രനുണ്ട് സന്നിധാനത്ത് നിന്ന്. സുജിത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്നും ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ദൃശ്യമാകുന്നത്. ഇന്നലെ 97,074 പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച 1,10,000 പേർ ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചത്തേക്കാൾ വലിയ കുറവൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയണം. ഇന്നലെയും തിരക്ക് അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ രാവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 20,000-ഓളം ഭക്തരാണ് രാവിലെ മാത്രം ഈ മണിക്കൂറുകളിൽ ദർശനം നടത്തുന്നത്. കാനനപാത വഴി വരുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവുണ്ട്. നടപ്പന്തൽ കടന്നും മരക്കൂട്ടം കടന്നും ഭക്തർ നിര നിൽക്കുകയാണ്. അവരെ ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. മണ്ഡല പൂജ 26, 27 തീയതികളിലേക്ക് മണ്ഡല പൂജയിലേക്ക് എത്തുമ്പോൾ സന്നിധാനത്ത് ഈ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ സുരക്ഷയും അതുപോലെ തന്നെ ഭക്തർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കുകയാണ്. മണ്ഡല പൂജയ്ക്കുള്ള തങ്കയങ്കി ഘോഷയാത്ര ഈ മാസം 23-നാണ് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നത്. 26-നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുക. 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് തങ്കയങ്കി ചാർത്തിയാകും ദീപാരാധന നടക്കുക. അതിനുശേഷം 27-നാണ് മണ്ഡലപൂജ നടക്കുക. 27-ന് ഉച്ചപൂജയോടുകൂടിയാണ് ഉച്ചപൂജയോടനുബന്ധിച്ചാകും മണ്ഡലപൂജയും നടക്കുക. ഏതായാലും മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ദേവസ്വത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുള്ള അവലോകന യോഗങ്ങളൊക്കെ തന്നെ ഇന്നു മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ്. ആ യോഗം ഇന്ന് ചേർന്ന് ആദ്യഘട്ടത്തിൽ വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമാകും അന്നദാനം അടക്കമുള്ള കാര്യങ്ങളിലെ വർധനവും ഒക്കെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സന്നിധാനത്ത് ഇന്ന് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞായർ, ശനി ദിവസങ്ങളിലാണ് തിരക്ക് കുറയുന്നതെങ്കിൽ തിങ്കളാഴ്ച, ചൊവ്വ ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നും സന്നിധാനത്ത് സമാനമായ രീതിയിൽ സ്വാഭാവികമായ വലിയ തിരക്ക് തന്നെയാണ് ദൃശ്യമാകുന്നത്. ഉന്മേഷ്. ശരി, സുജിത് സുരേന്ദ്രനാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമ്മാനിലെ ഹുസൈനിയ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നു. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും. 2 ദിവസത്തെ ജോർദാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി എത്യോപ്യയിലേക്ക് പോകും. 17, 18 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. പ്രധാനമന്ത്രിക്കൊപ്പം ഉന്നതതല സംഘവും ഒമാനിൽ എത്തും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഉടൻ സാധ്യമായേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ നേതാക്കളുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമായും സംസാരിച്ച ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. ബെർലിനിൽ സെലൻസ്കിയും ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ രാജ്യങ്ങളുടെ നേതാക്കളുമായും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുമായും 2 ദിവസങ്ങളായി ചർച്ചകൾ നടന്നിരുന്നു. യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകാൻ തയ്യാറെന്നും അമേരിക്കയുടെ പിന്തുണയോടെയുള്ള യൂറോപ്യൻ നേതൃത്വത്തിലുള്ള ബഹുരാഷ്ട്ര സേന യുക്രൈനിൽ എത്തരുതെന്നും യുക്രൈനിൽ വിന്യസിപ്പിക്കുമെന്നും ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു.
പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ റോബ് റെയ്നറും ഭാര്യ മിഷേൽ റെയ്നറും കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ മകൻ നിക് റെയ്നർ അറസ്റ്റിലായി. ഇരുവരെയും നിക് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ലോസ് ഏഞ്ചൽസ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് ദമ്പതികളെ കുത്തേറ്റ നിലയിൽ ലോസ് ഏഞ്ചൽസിലെ വസതിയിൽ കണ്ടെത്തിയത്. വെൻ ഹാരി മെറ്റ് സാലി, ദിസ് ഈസ് സ്പൈനൽ ടാപ്പ്, സ്റ്റാൻഡ് ബൈ മീ തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ സംവിധായകനാണ് റോബ് റെയ്നർ. നടനായും പല ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ജമ്മുകശ്മീർ ഉദ്ധംപൂരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. 3 ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് വിവരം. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്നലെ വൈകിട്ടാണ് ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ പ്രദേശത്ത് 3 ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ജമ്മുകശ്മീർ പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. സുരക്ഷാ സേനയ്ക്ക് നേരെ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് സുരക്ഷാ സേന തിരിച്ചടിച്ചത്. ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ഈ രാത്രി വൈകിയുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അംജാദ് തോത്താൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത്. സൈന്യത്തിന്റെ തിരിച്ചടിയിൽ ഒരു ഭീകരന് വെടിയേറ്റിട്ടുണ്ട്. എങ്കിലും ഭീകരർ ഇപ്പോഴും ഒളിത്താവളത്തിൽ തന്നെ തുടരുകയാണ്. ഈ പ്രദേശത്ത് മുഴുവനായും തന്നെ സുരക്ഷാ സേന വളഞ്ഞിട്ടുണ്ട്. ഭീകരർക്ക് ഒരു തരത്തിലും പുറത്ത് കടക്കാൻ കഴിയാത്ത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. സമാനമായി അതിർത്തി കടന്നെത്തിയ ഭീകരവാദികളാണ് ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നത് എന്ന രഹസ്യവിവരമാണ് ജമ്മുകശ്മീർ പോലീസിന് ലഭിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഉന്മേഷ്, ജമ്മുകശ്മീരിലെ ഉദ്ധംപൂരിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്ന കാര്യം ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏറ്റുമുട്ടലിൽ വീരമൃത്യു. അംജദ് പത്താൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ചത്. ഒരു ഭീകരന് വെടിയേറ്റിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. സുരക്ഷാ സേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.